ഒക്ടോബറിൽ റഷ്യയിൽ ബ്രിക്സ് സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. ഈ വിജയകരമായ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ വിപ്ലവകരമായ ഒരു പുതിയ തുടക്കത്തിന് കാരണമായെന്ന് വ്യക്തമാക്കി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താരാഷ്ട്രകാര്യ വിഭാഗ മന്ത്രി ലിയു ജിയാൻ ചാവോയാണ് ഷിയും മോദിയും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമുണ്ടായ അതിനിർണായകമായ മാറ്റത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയിലെ ഇന്ത്യൻ പ്രതിനിധിയുമായി സംസാരിക്കുകയായിരുന്നു ലിയു ജിയാൻ ചാവോ. ചൈന ഇന്ത്യ ബന്ധം പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളിലേക്കും 2.8 ബില്യൺ ജനങ്ങളുടെ അടിസ്ഥാന താല്പര്യങ്ങൾ നിറവേറ്റും. ഇതുകൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് ചരിത്രം അതിന്റെ ശരിയായ ദിശയിലേക്ക് ഒഴുകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 24-ന് കസനിൽ വെച്ചാണ് മോദിയും ഷിയും കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനെ തുടർന്ന് കിഴക്കൻ ലഡാക്കിൽ 4 വർഷമായി തുടർന്നു വന്നിരുന്ന സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സൗഹൃദവിനിമയം ശക്തിപ്പെടുത്താനും ചൈന ആഗ്രഹിക്കുന്നുവെന്ന് ലിയു പറഞ്ഞു. മാത്രമല്ല, ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ എത്തിച്ചേർന്ന സുപ്രധാനമായ സമവായം സംയുക്തമായി നടപ്പിലാക്കാനും ഉഭയകക്ഷി ബന്ധത്തിന്റെ സുസ്ഥിരവും ആരോഗ്യകരവുമായ വികസന പാതയിലേക്ക് വീണ്ടും തിരിച്ചു വരാനും ചൈന തയ്യാറാണെന്നും ലിയു വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ ചൈന ബന്ധത്തിൽ വൻ പുരോഗതിയുണ്ടെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സമീപകാലത്തെ സൈനിക നയതന്ത്ര ചർച്ചകളിലൂടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി തർക്കം പരിഹരിക്കാൻ പരസ്പര സ്വീകാര്യമായ ചട്ടക്കൂട് തയ്യാറാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. പ്രശ്നബാധിത മേഖലകളിലെ സേനാ പിന്മാറ്റം വിജയകരമായി പൂർത്തിയാക്കിയതിനു പിന്നാലെ തർക്കബാധിത മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലും പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിലും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 ജൂണിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും പ്രതിരോധത്തിനായി ഇന്ത്യൻ സേനയെ അണിനിരത്തിയതോടെ ഗാൽവനിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് നയതന്ത്ര സൈനിക ചർച്ചകളിലൂടെ തർക്കം മെല്ലെ പരിഹരിച്ച് വരികയാണ്. ഉഭയകക്ഷി ബന്ധം മുൻപുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടുവെന്നും വിശാല ചർച്ചകളിലൂടെ പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.